ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ എൽ.ഡി.എഫ്. കൺവീനർ സ്ഥാനത്തു നിന്നും ഇ.പി. ജയരാജനെ നീക്കിയ CPM ADGP M.R. അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും? ഇ.പി. ജയരാജന്റെ മകന്റെ വീട്ടിൽ വന്നാണ് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ സർക്കാരിന്റെ വിശ്വസ്തനും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമായ ആളാണ് M.R. അജിത് കുമാർ. അങ്ങനെയുള്ള ഒരാൾ RSS നേതാവ് താമസിച്ചിരുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് നേരിട്ട് പോയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാരും സംരക്ഷിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലമ്പൂർ MLA PV അൻവറാണ് തൃശൂർ പൂരം കലക്കിയത് ADGP അജിത് കുമാർ ആണെന്ന് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, അജിത് കുമാറിനെതിരെ സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചിട്ടുമുണ്ട്. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ അജിത് കുമാർ തന്നെ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് സമ്മതിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണെന്ന അഭിപ്രായമാണ് LDF-നുള്ളിൽ ഉയർന്നിരിക്കുന്നത്. പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിടാതെ മുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കുമ്പോൾ നടപടിക്ക് വിധേയനാകുന്ന CPM-ലെ ആദ്യ നേതാവാണ് ഇ.പി. ജയരാജൻ. PV കുഞ്ഞിക്കണ്ണൻ, MM ലോറൻസ് എന്നിവരെയാണ് ഇതിനു മുമ്പ് കൺവീനർ സ്ഥാനത്ത് നിന്നും CPM നിർബന്ധിതമായി മാറ്റിയത്. ഈ രണ്ടുപേരും പാർട്ടിയിൽ നടപടി നേരിട്ടതിന്റെ ഭാഗമായിട്ടായിരുന്നു പുറത്താക്കൽ. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPക്ക് വേണ്ടി മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ പോലീസിലെ ഒരു വിഭാഗം നടത്തിയ നാടകീയമായ നീക്കങ്ങളാണ് പൂരത്തിനിടെയുണ്ടായ പോലീസിന്റെ ഇടപെടലെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്നൊന്നും യാതൊരു അന്വേഷണവും നടന്നിരുന്നില്ല. PV അൻവർ കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനു പിന്നാലെ സർക്കാർ ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും ഏർപ്പെടുത്തിയിരുന്നു. തനിക്കെതിരെ MLA-യുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നായിരുന്നു ADGP അജിത് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിനിടെയാണ് RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണം നൽകിയത്. കരുത്തനായ നേതാവിനെതിരെ യാതൊരു കണിശവുമില്ലാതെ നടപടിയെടുത്ത CPM ഈ ഗുരുതര വീഴ്ചയെ ന്യായീകരിക്കുമോ എന്നതാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലുമുള്ള ചർച്ചാ വിഷയം. BJP നേതാവ് പ്രകാശ് ജാവദേക്കർ ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ഉണ്ടായത്. ഈ വിവാദത്തിനൊപ്പം മുന്നണി കൺവീനർ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ ജയരാജനുള്ള പരിമിതി കൂടി പരിഗണിച്ചാണ് നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ദിവസം തന്നെ ജയരാജൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ തിരിച്ചടിക്ക് വഴിവെച്ചുവെന്ന ചർച്ചയും അന്ന് സജീവമായിരുന്നു. ഘടകകക്ഷികളും പരസ്യമായും രഹസ്യമായും ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ജയരാജന് തെറ്റ് പറ്റിയിട്ടില്ലെന്നും ജാവദേക്കർ ജയരാജനെ അങ്ങോട്ട് പോയി കണ്ടതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നുമായിരുന്നു ഇതിൽ പാർട്ടി അന്ന് നൽകിയ വിശദീകരണം. ജാവദേക്കറെ താനും കണ്ടിട്ടുണ്ടെന്നും അതിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. എങ്കിലും ഈ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒടുങ്ങിയിരുന്നില്ല. അതിന്റെ പരിസമാപ്തിയായിരുന്നു ജയരാജന്റെ സ്ഥാനചലനം. ജയരാജനെ ജാവദേക്കർ അങ്ങോട്ട് പോയി കണ്ടതാണെങ്കിൽ ADGP അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ അദ്ദേഹം താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയാണ് കണ്ടത്. കഴിഞ്ഞ തൃശൂർ പൂരം നടന്ന ദിവസം ഉണ്ടായ പോലീസ് ഇടപെടൽ ഇടതുമുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയും നൽകി. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് പൂരത്തിനിടെയുള്ള വെടിക്കെട്ട് ഒഴിവാക്കിയത്. 12 മണിക്കൂർ മുൻമുനയിലായിരുന്നു തൃശൂർ പൂരം. ഒടുവിൽ പട്ടാപ്പകൽ വെടിക്കെട്ട് നടത്തേണ്ട ഗതികേടും വന്നു. അതിനിടെ അവിചാരിതമായി ആംബുലൻസിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പൂരസ്ഥലത്തെത്തിയതും ദുരൂഹമായി നിലനിന്നിരുന്നു. ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണെന്നും പൂരം കലക്കിയതിന് പിന്നിൽ സർക്കാരാണെന്നും പ്രതിപക്ഷം അന്നേ ആരോപിച്ചിരുന്നു. തൃശൂർ മണ്ഡലം BJPക്ക് വിട്ടുകിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയും കൂട്ടരും ചേർന്നാണ് പൂരം കലക്കിയതെന്ന ആരോപണവും ശക്തമായിരുന്നു. ഈ സംഭവത്തോടെ തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 50,000 വോട്ടുകൾ കുറഞ്ഞെന്നാണ് കണക്കുകൂട്ടൽ. തൃശൂരിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി അന്നു തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒരു പ്രത്യേക അന്വേഷണവും നടത്തി. എന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. അതിനിടെയാണ് ADGP RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദം പുറത്തു വരുന്നത്. ഇ.പി. ജയരാജനോട് കാണിക്കാത്ത ദയ ADGPയുടെ കാര്യത്തിൽ സർക്കാരും CPM-ഉം കാണിക്കുന്നത് എന്തിനാണെന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും ചോദ്യം.